സുഹൃത്തുക്കളെ, ആദ്യം തന്നെ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം എനിക്ക് നേരെയുണ്ട്. എനിക്ക് അതിനെ പുല്ലുവില കഴിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. സംഗതി ഇതാണ്. സുഹൃത്തുക്കളെ, ഇനി ഇതെന്താ വീഡിയോ എന്ന് ചോദിക്കരുത്. നമുക്ക് ഈ അടുത്ത് ഒരു ഗംഭീരമായിട്ട് ഒരു അവാർഡൊക്കെ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്ത്യ ക്രിക്കറ്റ് ടീമിൽ അങ്ങോട്ട് വിജയിച്ചു. ആ വിജയിച്ചതിന്റെ ഭാഗമായിട്ട് ട്രോഫി റീച്ചസ് ഹനുമാൻ ടെമ്പിൾ റൈറ്റ് ആഫ്റ്റർ വിന്നിംഗ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ കോച്ച് ജയ് ഷാ സ്പോട്ടഡ് എന്നതാണ്. നോക്കൂ, ഇത് വിജയിച്ച സമയത്ത് തന്നെ ആ ട്രോഫിയുമായിട്ട് നേരെ ഒരു ഹനുമാൻ ടെമ്പിളിലേക്കാണ് ഇവന്മാർ പോയത്. ഇതാ നിങ്ങളും കണ്ണിറച്ച് കണ്ടോളൂ. ഒരു ഹനുമാൻ ടെമ്പിളിലേക്കാണ് പോയത്. എനിക്ക് അതിൽ ഒരു വിരോധവും ഇല്ല കേട്ടോ. ഹനുമാൻ ടെമ്പിളിലേക്കൊക്കെ പോയിക്കോളൂ എന്നുള്ളതിന് ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട്. ആ ക്രിക്കറ്റ് കളി ജയിച്ചത്, ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഹിന്ദുക്കളല്ല. ആ ക്രിക്കറ്റ് കളിയിൽ ജയിച്ചത് ഹിന്ദുക്കളല്ല. ആ ഒരു ക്രിക്കറ്റ് കളി ജയിച്ചത് മുസ്ലിം അല്ല. ആ ഒരു ക്രിക്കറ്റ് ജയിച്ചത് ഏതെങ്കിലും ക്രിസ്ത്യൻ അല്ല. ആ ഒരു ക്രിക്കറ്റ് കളി ജയിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രത്യേക മതവും കൊടുത്തിട്ടില്ല. എന്റെ സുഹൃത്തുക്കളെ, എന്തിന്റെ പേരിലാണ് ആ ഒരു ട്രോഫിയുമായിട്ട് ഒരു ഹിന്ദു ക്ഷേത്രത്തിലേക്ക് പോയത് എന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റു മതങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയാൽ, അല്ലെങ്കിൽ അവരുടെ തലയിലേക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? എന്ത് പറയാൻ കഴിയുമെന്ന് പറ. നോക്കൂ, ആ ഒരു ടീമില് ഹിന്ദുക്കൾ മാത്രമാണോ കളിച്ചത്? അല്ല. നമ്മുടെ കേരളത്തിന്റെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന മനുഷ്യനല്ലേ? ആരാ സഞ്ജു? സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ അല്ലേ? തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ അല്ലേ? സ്വാഭാവികമായിട്ടും സഞ്ജു സാംസൺ ആ ഒരു ട്രോഫിയുമായിട്ട് ഒരു പള്ളിയിലേക്കാണ് ഈ വിൻ ചെയ്തതിന് ശേഷം അവർ കയറിയതെങ്കിൽ, ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കയറിയതെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയിലുള്ള നിലവിലുള്ള വാർത്തകൾ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? സിംപിളി നിങ്ങൾ ആലോചിച്ച് നോക്കുന്നേ. ചുമ്മാ നിങ്ങളെ തലച്ചോറൊന്നും അങ്ങോട്ട് വെളിവാക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ. സഞ്ജു സാംസൺ ആ ഒരു ട്രോഫിയുമായിട്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ടെമ്പിൾ അങ്ങോട്ട് കയറുന്നു. ഒരു ക്രിസ്ത്യൻ ടെമ്പിൾ, സോറി, വാട്ട് ഷുഡ് കോൾ, ഒരു ക്രിസ്ത്യൻ എന്താ പറയുക, ആ പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ കയറി, ചർച്ചിൽ കയറി എന്ന് വിചാരിക്കൂ. എന്തായിരിക്കും അവസ്ഥ? അതിഭീകരമായിരിക്കില്ലേ? നോക്കൂ, ട്രോഫി അതാ ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ക്രിസ്ത്യാനികളാണോ ഇന്ത്യയിൽ ക്രിക്കറ്റ് ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവില്ലേ? ഇനി അതും വിട്ടേക്ക്. ഏതൊക്കെ മുസ്ലിങ്ങളാണ് ഇനിയിപ്പോൾ അതിൽ കളിക്കുന്നത് എനിക്കറിയില്ല. ആ ട്രോഫിയുമായിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക്, ഒരു മുസ്ലിം മോസ്കിലേക്ക് ഇനി കയറി എന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന അവസ്ഥ? അതായത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കയറിയാൽ ഉണ്ടാവുന്ന, അതേപോലെ തന്നെ ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഈ ട്രോഫി വിജയിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കയറിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഒരു ഹിന്ദു ക്ഷേത്രത്തിലേക്ക് കയറിയില്ലല്ലോ. അപ്പൊ അതെന്താ? ഈ ഒരു ഇതെങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലേക്ക് ആ ട്രോഫി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ചില്ലറ പൊല്ലാപ്പം ഉണ്ടാവുക, അതിഭീകരമായ പൊല്ലാപ്പം ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ ഇത് ഗംഭീരമായിട്ട് ആളുകളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കൃത്യമായിട്ട് പറയുന്നു, a clinical team India made history by striking record-breaking third T20 World Cup title and become the first ever team defend the title win the home nation എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ താഴത്ത് എങ്ങനെയാണ്? ഫോളോയിങ് ഇന്ത്യസ് T20 വേൾഡ് കപ്പ് വിൻ, ടീം ഇന്ത്യ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, the head of coach Gautam Gambhir and International Cricket Council Chairman Jay Shah visited the Hanuman Temple in Ahmedabad and took a blessing with the T20 World Cup trophy in hand. ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യകുമാർ ആ ഒരു കപ്പുമായിട്ട് ഒരു ഹനുമാൻ ടെമ്പിളിൽ കയറിയിട്ട് ആ കപ്പിനെയും പൂജിച്ചിരിക്കുന്നു, അനുഗ്രഹം വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്ലിനിക്കൽ ടീം ഇന്ത്യ made history by record-breaking third T20 World Cup title, becoming the first ever team defend the title, win it as a home nation following the brilliant 96-run win New Zealand and Narendra Modi Stadium Sunday. No problems. പക്ഷെ ഇത് പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് എന്തിന് ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന
മതേതരമായ എല്ലാ ജാതി മത ആളുകൾക്കും ഒരേ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് ഈ ഒരു വിജയം ഉണ്ടായപ്പോൾ ഇതുമായിട്ട് എന്തുകൊണ്ടാണ് ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് എന്തിനെന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അല്ല എന്ന് എങ്ങനെ ഉത്തരം പറയാൻ കഴിയും. കാരണം ഹിന്ദുക്കൾ മാത്രമായിട്ടാണ് ഈ ഒരു കപ്പ്, അല്ലെങ്കിൽ ഹിന്ദുക്കളത് മാത്രമായിട്ട് നമ്മുടെ രാജ്യം മാറുകയും അതിന്റെ ഭാഗമായിട്ട് അവർ വിജയിക്കുകയും ഒരു ഹിന്ദുക്കൾ മാത്രം ഒരു ക്രിക്കറ്റ് കളി നടത്തി ഹിന്ദുക്കൾ ക്രിക്കറ്റ് കളിക്കുന്ന അപ്പുറത്ത് മുസ്ലിങ്ങൾ ക്രിക്കറ്റ് കളി നടത്തുന്ന രീതിയിലൊക്കെ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ലെറ്റ് ഇറ്റ്, അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഞാനിതിങ്ങനെ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ ഫോട്ടോ ഇതാണ്. നിങ്ങൾക്ക് ഈ മനുഷ്യൻ ചിലപ്പോൾ അറിയുണ്ടായിരിക്കില്ല. ഇദ്ദേഹത്തിന്റെ പേര് കീർത്തി ആസാദ്. 1983 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീം, 1983 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗമാണ് കീർത്തി ആസാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കണേ. ഇന്ത്യൻ ടീം റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്, അല്ലാതെ സൂര്യകുമാർ യാദവിന്റെയോ ജയ്ഷായുടെയോ കുടുംബത്തെയല്ല. സിറാജ് കപ്പും കൊണ്ട് പള്ളിയിൽ പോയില്ലല്ലോ. ആ ഒരു ടീമിൽ അംഗമായിട്ടുള്ള സിറാജ് ആ കപ്പും കൊണ്ട് പള്ളിയിൽ പോയോ എന്നാണ് കീർത്തി ആസാദ് ചോദിക്കുന്നത്. ടൂർണമെന്റിന്റെ താരമായിട്ട് പോലും, ഈ ടൂർണമെന്റ് താരം ആരാണ്? സഞ്ജു സാംസണാണ്. അദ്ദേഹം ആ കപ്പുമായിട്ട് ചർച്ചിൽ പോയോ? ഇതാണ് കീർത്തി ആസാദ് ചോദിക്കുന്നത്. എന്തിനാണ് വേൾഡ് കപ്പിനെ മതത്തിൽ കൊണ്ടുപോയി കിട്ടുന്നത്? കപ്പ് 140 കോടി ഇന്ത്യക്കാരുടേതാണ്, ഏതെങ്കിലും മതത്തിൻ്റെതല്ല. തീർച്ചയായിട്ടും 140 കോടി ഇന്ത്യക്കാരുടേതാണ് ആ ഒരു കപ്പ്. ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി ഇത് മാറ്റിവെച്ചിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് അതിന്റെ മാനേജേഴ്സും അടക്കമുള്ള ആളുകള് ഈ കപ്പുമായിട്ട് ഒരു അമ്പലത്തിലേക്ക് കയറുന്നത്? എത്ര പെട്ടെന്നാണ് ആ കപ്പിനെ മതവൽക്കരിച്ചു കളഞ്ഞത്. ഇത് ഇന്ത്യയിലുള്ള മറ്റു മതങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ലേ? മറ്റു മതങ്ങൾക്ക് അതിൽ വിഷമം ഉണ്ടാവില്ലേ? ഒരുപക്ഷെ ഉണ്ടെങ്കിലും അത്തരം ചിന്താഗതി ഒന്നും കയറാത്തത് കൊണ്ട് അവരതിനങ്ങോട്ട് മായ്ച്ചു കളയുകയായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിയല്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടും അത് നോക്കിക്കാണുകയും കൃത്യമായിട്ട് അതിന് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു ആര്? കീർത്തി ആസാദ് എന്ന് പറയുന്ന 1983 വേൾഡ് കപ്പ് നേടിയ ആ ഒരു മനുഷ്യൻ. നമ്മുടെ ക്രിക്കറ്റ് ടീമിലെ അംഗമായിരുന്നു. അന്നൊന്നും ഇമാതിരി കോലാഹലം, ഇമാതിരി കോമാളിത്തരങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇതിനതല്ലാതെ വേറെ ഒന്നും വിളിക്കാൻ വയ്യ. കാരണം ഇത് കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ക്രിക്കറ്റ് ടീമിൽ പോലും, അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ പോലും BJP-ക്കാരുടെ തീവ്ര ഹിന്ദുത്വത്തിന്റെ കൈകൾ കയറിയിരിക്കുന്നു. അവർ ഈ രീതിയിൽ മാത്രം ഇത്തരം അവാർഡുകളൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നതാണ്. ഇതൊരു വലിയ അപകടമാണ്. ഞാനൊക്കെ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് ടീമിൽ ഒരുപക്ഷെ സെലക്ട് ചെയ്യുന്നവരെ മുഴുവൻ ഹിന്ദുക്കളായിട്ട് മാറാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അതും ഉയർന്ന ജാതി ഹിന്ദുക്കൾ മാത്രമായിട്ട് മാറാം ഭാവിയിൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇത് എൻ്റെ ചില തോന്നലുകളാണ്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇതൊക്കെ പറയുമ്പോഴാണ് ചില ആളുകൾക്ക് തോന്നുന്നത് ഞാൻ മുസ്ലിങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്യുകയാണെന്ന്. അല്ലെന്നേ. നോക്കൂ, ഇതിൽ കീർത്തി ആസാദ് എന്ന് പറയുന്നത് നമ്മുടെ 1983 വേൾഡ് കപ്പ് നേടിയ ആ ഒരു ഇന്ത്യൻ ടീമിൽ അംഗമായിട്ടുള്ള ഇദ്ദേഹം ഒരു ഹിന്ദുവാണെന്നേ. അദ്ദേഹമാണ് പറയുന്നത് എന്തിനാണ് നമ്മുടെ വേൾഡ് കപ്പിന് ഒരു മതത്തിന്റെ മതിൽ കൊണ്ടുപോയി കിട്ടുന്നത്, മതത്തിൽ കൊണ്ടുപോയിട്ട് അതിനെ കെട്ടുന്നത് എന്ന് ചോദിക്കുന്നത് കീർത്തി ആസാദ്. കീർത്തി ആസാദ് കീർത്തി ആസാദ് കീർത്തി ആസാദ് എന്ന് പറയുന്ന ഹിന്ദു. അപ്പൊ അദ്ദേഹവും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നല്ലേ വിചാരിക്കുക? അല്ല, അങ്ങനെ ഒരു വിചാരിക്കല്ലേ. എന്റെ വർത്തമാനം കിട്ടുകഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കും. കാരണം സഞ്ജു സാംസൺ പള്ളിയിലേക്കോ അതിൽ തന്നെയുള്ള സിറാജ് ആ കപ്പും കൊണ്ട് ഏതെങ്കിലും അവന്റെ പള്ളിയിലേക്കോ കയറാത്തോളത്തോളം കാലം ഈ ഒരു കപ്പുമായിട്ട് ഇന്ത്യൻ ടീമിന്റെ സൂര്യകുമാർ എന്ന് പറയുന്ന ആ ഒരു ക്യാപ്റ്റൻ ഒരു അമ്പലത്തിലേക്ക് കയറാൻ പാടില്ലായിരുന്നു. അതിനവിടെ കൊണ്ടുപോയിട്ട് പൂജിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇത് എല്ലാവരുടെയും കപ്പാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജാതിയും മതവും ഒക്കെ ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് 140 കോടി ഇന്ത്യക്കാരും ആഗ്രഹിച്ച ഒരു കപ്പാണ്. സോ അതിന് ഭയങ്കര മോശം എന്നല്ലാതെ വേറൊരു തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനൊരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഗംഭീരമായിട്ട് പണി കിട്ടി. യൂട്യൂബൊക്കെ ഒന്ന് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നതാണ്.
കുറച്ച് എന്താ പറയുക വലിയ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു എൻ്റെ യൂട്യൂബിനെ എനിക്കൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് വേണമെന്നുള്ളതാണ്. അതില്ലാതെ മുന്നോട്ട് പോകൽ സാധ്യമല്ല. നിങ്ങളുടെ എന്താണ് സബ്ബായിട്ട് നിങ്ങളുടെ കമൻറ്റുകളായിട്ടൊക്കെയുള്ള ചില വർത്തമാനങ്ങളൊക്കെ ഒരു വലിയ ഊർജം നൽകും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു സപ്പോർട്ട് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ പറയുക അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത ദിവസം കാണാം. ബൈ.